ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് പിസ്സ റെഡിയാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ബോൺലെസ് ചിക്കന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം വാഷ് ചെയ്ത് ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട്. ഈ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് ഒന്ന് നന്നായിട്ട് പെരക്കിയിട്ട് അത് പൊരിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ബാറ്ററാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് ഞാനിവിടെ 5 ബ്രെഡും 3/4 കപ്പ് റവയും 3/4 കപ്പ് പാലും അതുപോലെ തന്നെ ഒരു മുട്ടയും പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിവാണ് കേട്ടോ ആയി കിട്ടേണ്ടത്. അപ്പോൾ ആ 3/4 കപ്പ് പാല് കൊണ്ട് പറ്റായിട്ട് ഞാനൊരു 1/4 കപ്പ് പാല് കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെയ്യോ ഓയിലോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് താഴെ അടിയിൽ തടവി കൊടുത്തിട്ട് അതിലേക്ക് ഈ ബാറ്ററി നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ പ്രസ് ചെയ്ത് ഈ ഒരു രീതിക്ക് നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഫോർക്ക് കൊണ്ടോ, ഞാൻ ഇവിടെ പപ്പടക്കുത്തിയാട്ടോ എടുത്തിട്ടുള്ളത്, എന്തെങ്കിലും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഒന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റോളം ഒന്ന് ഒരു ഭാഗം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ ഉള്ളി, പച്ചമുളക്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചീസും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബേസ് ഒരു ഭാഗം ആയപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗത്തേക്ക് മയോണീസും, ഈ ഒരു സോസ് എന്താണെന്ന് വെച്ചാൽ മയോണീസും നമ്മൾ ടൊമാറ്റോ സോസ് കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് തന്നെ ബേസിൽ തേച്ച് കൊടുക്കുക. പിന്നെ അതിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അതെല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ചീസ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ ചെയ്യുന്ന അതേ ഫോമിൽ തന്നെ ചെയ്യണമെന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം അതുപോലത്തെ എല്ലാം ആഡ് ചെയ്ത് കൊടുത്താലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ ഒരു 3 സാധനമാണ്, അതാണ് ഞാൻ ചേർത്തെടുത്തത്. പിന്നെ ഉള്ളിയും വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് ചിക്കനാണ് കേട്ടോ മേലിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വീണ്ടും മയോണീസും ടൊമാറ്റോ കെച്ചപ്പ് പൊടി ആക്കിയ സോസ് ഒന്നുകൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മേലെ ലാസ്റ്റായിട്ട് ചീസ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ചീസ് കൂടി ഇട്ട് അതൊന്നുകൂടി ഒരു 5 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിടുക കേട്ടോ. ആദ്യം ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യുക.